ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആരാധനക്രമ വർഷം നോമ്പുകാലം 6-ാമത്തെ ആഴ്ചയിലാണ്. ഈ ആഴ്ചയിൽ നമ്മൾ ഈ ഞായറാഴ്ച വായിക്കുന്ന ഒന്നാം വായന ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം 15 മുതൽ 26 വരെയുള്ള വാക്യങ്ങളാണ്. ഈ ഭാഗത്തെക്കുറിച്ച് മുമ്പ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. അവിടെ പറയുന്ന കാര്യം ഇതാണ്: നേരം പുലർന്നപ്പോൾ ദൂതന്മാർ ലോത്തിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ഭാര്യയും പെൺമക്കൾ 2 പേരെയും കൂട്ടി വേഗം പുറപ്പെടുക, അല്ലെങ്കിൽ നഗരത്തോടൊപ്പം നിങ്ങളും നശിച്ചു പോകും. എന്നാൽ അവർ മടിച്ചു നിന്നു. കർത്താവിന് അവനോട് കരുണ തോന്നിയതുകൊണ്ട് ആ മനുഷ്യൻ അവനെയും ഭാര്യയും മക്കളെയും കൈക്ക് പിടിച്ച് നഗരത്തിന് പുറത്തു കൊണ്ടുപോയി വിട്ടു. അവരെ പുറത്തു കൊണ്ടുചെന്ന് വിട്ടതിന് ശേഷം അവരിലൊരുവൻ പറഞ്ഞു, ജീവൻ വേണമെങ്കിൽ ഓടിപ്പോവുക, പിന്തിരിഞ്ഞ് നോക്കരുത്, താഴ്വരയിലെങ്ങും തങ്ങരുത്, മലമുകളിലേക്ക് ഓടി രക്ഷപ്പെടുക, അല്ലെങ്കിൽ നിങ്ങൾ വെന്ത് നശിക്കും. ഇവിടെ സന്ദർഭം ഏതാണ്? ദൈവം സൊദോം ഗൊമോറ നഗരങ്ങളെ നശിപ്പിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. അതെന്തുകൊണ്ടാണ്? ഈ നഗരങ്ങൾ തിന്മ നിറഞ്ഞിരുന്നു. ആ നഗരത്തിലെ മനുഷ്യർ മുഴുവൻ, പ്രത്യേകിച്ച് ഇങ്ങനെ ഇന്ന് നമ്മൾ ഇത് കാണുന്നത് പോലെ തന്നെ, ഈ ആണിനോടും പെണ്ണിനോടും ഒക്കെ കൂട്ടുചേർന്ന് ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്ന അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിനെതിരായിട്ടാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇതെല്ലാം കണ്ട് അത് കഴിഞ്ഞ് ഈ പട്ടണത്തിലേക്ക് ദൈവദൂതന്മാർ വരുമ്പോൾ അവരെ ഞങ്ങൾക്ക് വിട്ടുതരണമെന്ന് പറഞ്ഞ് പുറകെ കൂടുന്ന പുരുഷന്മാർ, സ്ഥിതി നമുക്കറിയാം ഏകദേശം. അതുകൊണ്ടാണ് ദൈവം അതിനെ ശിക്ഷിക്കാനായിട്ട് ഒരുങ്ങുന്നത്. ഈ സമയത്ത് ലോത്തിൻ്റെ അടുത്ത് വന്നു. കാരണം ലോത്തിനെക്കുറിച്ച് പറയുന്നത് അവൻ നീതിമാനായിരുന്നു. എന്നിട്ട് പറഞ്ഞു, നീയും നിൻ്റെ ഭാര്യയും നിൻ്റെ മക്കളും എല്ലാവരും ഉടൻ തന്നെ പുറത്ത് കിടക്കണം. നാളെ രാവിലെ ആകുമ്പോഴത്തേനും ദൈവം ഈ പട്ടണങ്ങളെ നശിപ്പിക്കും. നമ്മൾ ഓർക്കണം, ഈ പട്ടണങ്ങളെ യോർദാൻ്റെ കരയാണിത്, സമതലങ്ങളാണ്. അവിടെ നല്ല ഫലഭൂയിഷ്ടമായ ദേശമാണ്. അബ്രാഹവും ലോത്തും കൂടി ഭൂമി പങ്കുവെച്ചപ്പോൾ ലോത്ത് തന്നെ സ്വയം തിരഞ്ഞെടുത്തതാണ്. നല്ല ഫലഭൂയിഷ്ടമായ സ്ഥലമാണല്ലോ എന്ന് ലോത്ത് ഓർത്തുകൊണ്ട് തിരഞ്ഞെടുത്ത ആ ഭൂമി ഇത്തരത്തിലുള്ള വഷളന്മാർ ജീവിച്ചിരുന്ന സ്ഥലമായിരുന്നു. ദൈവം അതിനെ ശിക്ഷിക്കാൻ പോവുകയാണ്. നമ്മൾ ഓർക്കണം, അബ്രാഹവും ലോത്തും തമ്മിൽ അങ്ങനെ വേർപിരിഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ ലോത്ത് അത് എടുക്കാൻ പാടില്ലായിരുന്നു. പക്ഷേ ലോത്ത് അതെടുത്തു. അവൻ ഭൗതികമായ ലാഭത്തിന് വേണ്ടി അതെടുത്തു. പക്ഷെ അവനത് അനുഭവിക്കാൻ ഇടയാകുന്നില്ല. ഇങ്ങനെ ഏതായാലും അവനവിടെ ജീവിക്കുന്നു. ഈ ദൈവദൂതന്മാർ ലോത്തിനോട് പറയുന്നു, നീ പുറത്ത് കിടക്കുന്ന ഉടനെ തന്നെ. അവർക്ക് സംശയം അല്ലെങ്കിൽ മടിയാണ്. കാരണം അവിടെ ഒരുപാട് സ്വത്തുണ്ട്, ഒരുപാട് കൂട്ടുകാരുണ്ട്, ഒരുപാട് സൗകര്യങ്ങളുണ്ട്, എല്ലാ സൗഭാഗ്യമുണ്ട്. ഇതിനെ എങ്ങനെ വിട്ടെറിഞ്ഞിട്ട് പോകും? നാളെ ഇതെല്ലാം നശിപ്പിക്കുമെന്ന് പറഞ്ഞാൽ പോലും, ഇപ്പോൾ ഈ വയനാട്ടിലൊക്കെ ആണെങ്കിലും ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ പഞ്ചായത്തിൽ നിന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ മാറി താമസിക്കും, എന്നാലും പോവില്ല. കാരണം എന്താണ്? അവർക്കവിടെ വളർത്തുമൃഗങ്ങളുണ്ട്, ഭൂമിയുണ്ട്, കൃഷിയുണ്ട്, വീടുണ്ട്. ഇതെല്ലാം ഇട്ടിട്ട് എങ്ങനെയാണ് പോവുക? സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഈ വരാനിരിക്കുന്ന വലിയ അപകടത്തെക്കുറിച്ച് ബോധ്യമുണ്ടാവില്ല. പക്ഷേ അങ്ങനെ പലരും അപകടത്തിൽപ്പെടുന്നു. ഇത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇവർ സംശയിച്ച് നിൽക്കുകയാണ്. പക്ഷേ ഇവരോട് കരുണ തോന്നിയിട്ട് ഈ ദൂതന്മാർ തന്നെ എന്താ ചെയ്യുന്നത്? ലോത്തിനെയും ഭാര്യയും മക്കളെയൊക്കെ ഇങ്ങനെ കൈക്ക് പിടിച്ച് പുറത്തു കൊണ്ടുവിടുകയാണ്. എന്നിട്ട് പറയുക, പിന്തിരിഞ്ഞ് നോക്കരുത്, ജീവൻ വേണമെങ്കിൽ ഓടിപ്പോവുക, പിന്തിരിഞ്ഞ് നോക്കരുത്, താഴ്വരയിലെങ്ങും നിൽക്കരുത്, മലമുകളിലേക്ക് ഓടി രക്ഷപ്പെടുക. നമ്മൾ ഓർക്കണം, നമ്മുടെ ഈ ധ്യാനങ്ങളും നമ്മുടെ കുമ്പസാരമെല്ലാം ഇത്രയേ ഉള്ളൂ. ദൈവദൂതന്മാർ നമ്മളോട് ഒന്ന് പറയും, നിങ്ങൾ വേഗം പുറത്ത് കിടക്കണം. മടിച്ചു നിൽക്കുകയാണ്. നമ്മുടെ പഴയ ശീലങ്ങളിൽ നിന്ന് മാറാനായിട്ട് മടിച്ചു നിൽക്കുകയാണ്. അപ്പോൾ അവർ നമ്മളോട് സ്നേഹമുള്ളത് കൊണ്ട് ദൈവം കൈക്ക് പിടിച്ച് പുറത്തു കൊണ്ടേയാക്കും. ആരിലൂടെ? കുമ്പസാരക്കാരനിലൂടെ, അല്ലെങ്കിൽ ഈ ധ്യാന പ്രസംഗങ്ങളിലൂടെ ദൈവം നമ്മളെ പുറത്തു കൊണ്ടേയാക്കും. എന്നിട്ട് പറയും, ഇനി നിങ്ങൾ പുറകോട്ട് തിരിഞ്ഞ് നോക്കരുത്, ഇനി നിങ്ങൾ താഴ്വരയിൽ എളുപ്പമുള്ളിടത്ത് നിൽക്കരുത്, മാത്രമല്ല നിങ്ങൾ ഓടി രക്ഷപ്പെടുന്ന എങ്ങോട്ട്? മലമുകളിലേക്ക്. അത് ദൈവത്തിൻ്റെ സന്നിധിയാണ്. നിങ്ങൾ ദൈവത്തിൽ കൂടുതലായിട്ട് ആശ്രയം വയ്ക്കണം എന്ന് പറയുകയാണ്. ഇവിടെ നമുക്കറിയാം, ലോത്ത് അങ്ങോട്ട് മലമുകളിലേക്ക് ഓടാൻ പറ്റിയതെന്ന് പറഞ്ഞു. പിന്നീട് സമതലത്തിലൂടെ ഓടി സോവാർ എന്ന് പറയുന്ന സ്ഥലത്ത് പോയി താമസിച്ചു. എന്നിട്ട് പിന്നെ ലോത്തിന് പറ്റിയ അബദ്ധങ്ങളൊക്കെ നമുക്കറിയാം. ലോത്തിൻ്റെ പെൺമക്കൾക്ക് ലോത്തിൽ നിന്ന് തന്നെ കുട്ടികളുണ്ടാവേണ്ട ഗതികേടൊക്കെ വന്ന് വലിയ ദുരന്തം. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ ഇന്ന് നമ്മളോട് പറയും, നമ്മുടെ ഈ നോമ്പ് കാലത്തുള്ള പശ്ചാത്താപമൊക്കെ ഇതുപോലെ
നമുക്ക് പുറകോട്ട് തിരിഞ്ഞ് നോക്കാത്ത രീതിയിലായിത്തീരണം. ഒരിക്കലും വിട്ടുപോകുന്ന തിന്മയിലേക്ക് നമ്മൾ പിന്തിരിഞ്ഞ് നോക്കരുത്. അതുപോലെ നമ്മൾ താഴ്വാരത്തിൽ എളുപ്പമുള്ള ജീവിതമാണെന്ന് കരുതി അങ്ങ് നിൽക്കരുത്. അത് നമ്മളെ വീണ്ടും ആ സൊദോം ഗൊമോറ നശിപ്പിക്കാനായിട്ട് ദൈവം വീഴ്ത്തുന്ന ഗന്ധകവും തീയും എല്ലാം വന്ന് നമ്മളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തും, നശിപ്പിക്കും. അതുപോലെ നമ്മൾ ഓടണം. നിന്നാൽ പോരാ, നമ്മൾ ഓടണം. എങ്കിലേ തിന്മയിൽ നിന്ന് അകലാൻ പറ്റുകയുള്ളൂ. കാരണം തിന്മ അത്രമാത്രം ശക്തമാണ്. എങ്ങോട്ടാണ് ഓടേണ്ടത്? മലമുകളിലേക്ക് ഓടണം. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഓടിയെങ്കിൽ മാത്രമേ നമുക്ക് സ്വാഭാവികമായിട്ടും ആ ശരിയായ രീതിയിലേക്ക് തിരിച്ചു വരാൻ പറ്റുകയുള്ളൂ. പക്ഷേ ദൈവം നമ്മളെ ഒരിക്കലും എതിർക്കില്ല. ലോത്ത് പറഞ്ഞ് ഞാൻ ആ ചെറിയ സ്ഥലത്തേക്ക് പോയിക്കൊള്ളാം, അതാണ് ചെല്ലാൻ എളുപ്പമുള്ളതാണ്. അവർ പറഞ്ഞു ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ലോത്തിൻ്റെ ആ ദുരന്ത കഥകൾ പിന്നീട് നമുക്കറിയാം. അതുകൊണ്ട് ദൈവം പറയുന്ന രീതിയിൽ പ്രയാസമാണെന്ന് പറഞ്ഞ് നിന്നാൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ ലോത്തിൻ്റെയൊക്കെ അനുയായികളായിട്ട് മാറേണ്ടി വരുമെന്നുള്ളതാണ്. രണ്ടാമത്തെ വായന റോമാലേഖനം 14-ാം അധ്യായം 13 മുതൽ 23 വരെയുള്ള വാക്യങ്ങളാണ്. വീണ്ടും പൗലോസ് പറയുകയാണ്, തന്മൂലം മേലിൽ നമുക്ക് പരസ്പരം വിധിക്കാതിരിക്കാം. സഹോദരൻ ഒരിക്കലും മാർഗതടസ്സമോ ഇടർച്ചയോ സൃഷ്ടിക്കുകയില്ല എന്ന് നിങ്ങൾ പ്രതിജ്ഞ ചെയ്യുവിൻ. സ്വതേ അശുദ്ധമായി ഒന്നുമില്ലെന്ന് കർത്താവായ ഈശോയിലുള്ള വിശ്വാസം വഴി ഞാൻ അറിയുകയും എനിക്ക് ബോധ്യപ്പെടുകയും ചെയ്തിരിക്കും. എന്നാൽ ഒരു വസ്തു അശുദ്ധമാണെന്ന് കരുതുന്നവൻ അത് അശുദ്ധമായിരിക്കും. ഭക്ഷണം നിമിത്തം നിന്റെ സഹോദരൻ്റെ മനസ്സ് വിഷമിക്കുന്നെങ്കിൽ നിന്റെ പെരുമാറ്റം സ്നേഹത്തിന് ചേർന്നതല്ല. മിശിഹ ആർക്കു വേണ്ടി മരിച്ചു അവനെ നിന്റെ ഭക്ഷണം കൊണ്ട് നശിപ്പിക്കരുത്. അതിനാൽ നിങ്ങളുടെ നന്മ തിന്മയായി നിന്ദിക്കപ്പെടാതിരിക്കട്ടെ. കാരണം ദൈവരാജ്യമെന്നാൽ ഭക്ഷണവും പാനീയവുമല്ല പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവുമിലുള്ള സന്തോഷവുമാണെന്നാണ്. ഇവിടെ എന്തുകൊണ്ടാണ് ഈ റോമാലേഖനത്തൊക്കെ പറയുന്നത്? ഈ ഭക്ഷണത്തെക്കുറിച്ചൊക്കെ അന്ന് വലിയ വിവാദങ്ങൾ നടക്കുന്നുണ്ട്. ക്രൈസ്തവരായിട്ടുള്ള ആളുകൾ പുറജാതിക്കാരുടെ ഭക്ഷണത്തിൽ പങ്കുചേരരുത്, കാരണം ആ ഭക്ഷണം എപ്പോഴും ദൈവത്തിന് ബലിയർപ്പിച്ചതാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ പൗലോസ് പറയുന്നത് അതിൽ വിശ്വാസമില്ലാത്തവർക്ക് അതൊന്നുമല്ല, അത് കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യാം. അതേസമയത്ത് ഒരാൾക്ക് തോന്നുകയാണ് അത് കഴിക്കാൻ പാടില്ല, അത് ശരിയല്ല എന്ന് തോന്നിയാൽ അവന് വേണ്ടി നീ അത് ഉപേക്ഷിക്കുക. അതിനുള്ള മനസ്സ് അല്ലല്ല, അതിനകത്ത് കുഴപ്പമൊന്നും, ഞാൻ കഴിക്കും, നിനക്ക് വേണ്ട കഴിക്കണ്ട എന്ന് വേണമെങ്കിൽ പറയാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവൻ്റെ ആ ബലഹീനനായ മനസ്സിനെയും നമ്മൾ പരിഗണിച്ച് അത് കഴിക്കാതിരിക്കുക. ഇപ്പം ഭക്ഷണം കഴിക്കുന്നതിൽ അല്ലല്ലോ നമ്മുടെ കാര്യം ഇരിക്കുന്നത്. എന്നിട്ട് പൗലോസ് പറയുകയാണ്, ദൈവരാജ്യമെന്നാൽ ഭക്ഷണവും പാനീയവും ഒന്നുമല്ല പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവുള്ള സന്തോഷമാണ്. നമ്മൾ എന്ത് തിന്നു എന്ന് കുടിച്ചു നടത്തിലല്ല പ്രത്യുത നമുക്ക് ഈ നീതി പാലിക്കാൻ കഴിഞ്ഞു, സമാധാനത്തിലായിരിക്കാൻ കഴിഞ്ഞു, പരിശുദ്ധാത്മാവിൽ സന്തോഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കാര്യം. നീതി പാലിക്കുക അല്ലെങ്കിൽ സമാധാനത്തിലായിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അർത്ഥം? അത് മറ്റൊന്നുമല്ല, അത് ദൈവത്തിൻ്റെ പ്രകൃതി ആർജിക്കുക എന്നുള്ളതാണ്. സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ രാജ്യം അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ ഈ ദൈവത്തിൻ്റെ പ്രകൃതി നമുക്ക് അത് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. ദൈവത്തെ പോലെ പെരുമാറാൻ കഴിയുക. അതുകൊണ്ട് നമ്മൾ അത് ഇനിയിപ്പം കഴിക്കേണ്ടവൻ കഴിച്ചോട്ടെ, കഴിക്കേണ്ടാത്തവൻ കഴിക്കേണ്ട അത്ര തന്നെ. പക്ഷെ അത് നിൻ്റെ സഹോദരന് ഉതുപ്പ് കൊടുക്കാത്ത രീതിയിലായിരിക്കണം. ആ ഉതുപ്പെന്ന് പറയുന്നത് വലിയ പാപമാണ്. അത് ഈ ചെറിയവരിൽ ഒരാൾക്കെങ്കിലും കൊടുക്കുന്നവൻ്റെ കഴുത്തിൽ വലിയ തിരികല്ല് കെട്ടിയിട്ട് കടലിൽ പോയി ചാടാനാണ് ഈശോ പറയുന്നത്. അത്രയധികം വലിയ തിന്മയാണ് ഉതുപ്പ് കൊടുക്കുന്നത്. അതുകൊണ്ട് നീ ഇപ്പം ഇത് കഴിച്ചില്ല എന്ന് വിചാരിച്ചതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അവൻ്റെ വിശ്വാസം അങ്ങനെയാണ്, അതങ്ങനെ ഇരിക്കട്ടെ. അത് അവൻ്റെ മനസ്സിനെ വേദനിപ്പിക്കാതെ അവനോട് സഹകരിച്ചവിടെ നിന്നേക്ക്, അത്രയുള്ള അതിൻ്റെ കാര്യം. അതേ സമയത്ത് പ്രധാനമായിട്ടും കരുതേണ്ടത് എന്താണ്? ദൈവരാജ്യം എന്ന് പറയുന്നത് ഒന്നുമല്ല. അതിനപ്പുറത്ത് നീ ആർജിക്കുന്ന ആ നീതിബോധവും സമാധാന ശൈലിയും അതുപോലെ പരിശുദ്ധാത്മാവുള്ളതിൻ്റെ സന്തോഷമൊക്കെ ആയിരിക്കണമെന്ന് പൗലോസ് ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. സുവിശേഷം, യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 11 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ്. ഞാൻ നല്ല ഇടയനാണ്, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു, ഇടയനല്ലാത്ത. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഉപമയാണ് കർത്താവ് പറയുന്നത്. നല്ല ഇടയനാണ്. പക്ഷേ ഇവിടെ പറ്റിയിരിക്കുന്ന എന്താണ്? പലപ്പോഴും ഈ ദൈവശാസ്ത്രമൊക്കെ ഉണ്ടാക്കുന്നവരെല്ലാം പുരോഹിതന്മാരും ഒക്കെയാണല്ലോ. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും തങ്ങളാണ് ഇടയന്മാർ, ഈശോയുടെ പ്രതിപുരുഷന്മാരാണെന്നൊക്കെ പറഞ്ഞ് ഈ ഇടയ ദൗത്യം എന്ന് പറയുന്നത് തങ്ങൾക്ക് വേണ്ടിയുള്ളത് ഒന്നാണ് എന്ന് മാത്രം ധരിച്ചിരിക്കുന്നത് പോലെ തോന്നുന്നു. വാസ്തവത്തിൽ കർത്താവ് അന്ന് മുന്നിൽ കാണുന്ന ആരെയാണ്? താൻ ഇടയനാണെന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഭൗതിക ശരീരമാണ് താൻ, ഈ ശരീരത്തിൻ്റെ അവയവങ്ങളാണ് ബാക്കിയുള്ളവരെല്ലാം, അല്ലെങ്കിൽ മുന്തിരിച്ചെടിയാണ് താൻ, തൻ്റെ ശാഖകളാണ് മറ്റുള്ളവരെല്ലാം. അങ്ങനെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. കർത്താവ് ഇത് പറയുമ്പോൾ കർത്താവിൻ്റെ മുമ്പിൽ ശരിക്കും പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്താണ് ഈ യോഹന്നാൻ ഇത് എഴുതുമ്പോൾ അവരുടെ മുമ്പിൽ, അദ്ദേഹത്തിൻ്റെ മുമ്പിൽ യഥാർത്ഥത്തിൽ ഇന്നത്തെ പോലെയുള്ള പുരോഹിതരോ മിത്രാന്മാരോ ഒന്നുമില്ലല്ലോ. അതൊന്നും മുന്നിൽ കണ്ടിട്ടല്ല ഈശോ ഇത് പറയുന്നത്. ഈശോ പറയുന്നത് എന്താണ്? ഞാൻ നല്ല ഇടയനാണ്. അതായത് ഈശോയുടെ ഭൗതിക ശരീരം ആയ ഈ സഭ മുഴുവൻ യഥാർത്ഥത്തിൽ ഈ ഇടയ ദൗത്യമുള്ളവരാണ്. നമുക്കൊക്കെ ഏതെങ്കിലുമൊക്കെ
നേതൃത്വ ശുശ്രൂഷയുള്ളവരല്ലേ? വീട്ടിലാണെങ്കിലും മാതാപിതാക്കന്മാർ, അതിൽ തന്നെ മക്കളിൽ മൂത്ത മക്കൾ, അല്ലെങ്കിൽ അവരിൽ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ ആ കുടുംബനാഥനും കുടുംബനാഥയും, ഇങ്ങനെ, അല്ലെങ്കിൽ സ്കൂളിൽ വന്ന് കഴിയുമ്പോൾ പ്രധാന അധ്യാപകനും അധ്യാപികയും, ഓഫീസിലാണെങ്കിൽ അവിടെ ഒരു ഹെഡ് ക്ലാർക്ക് ഉണ്ടാകും, അല്ലെങ്കിൽ ഹോസ്പിറ്റലിലാണെങ്കിൽ അവിടെ ഒരു നഴ്സിംഗ് സൂപ്രണ്ട് ഉണ്ടാകും, ഒരു മെഡിക്കൽ സൂപ്രണ്ട് ഉണ്ടാകും, അല്ലെങ്കിൽ ഡയറക്ടർ ഉണ്ടാകും, അല്ലെങ്കിൽ അങ്ങനെ ഓരോരുത്തരുണ്ടാകും, ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് ഉണ്ടാകും. ചുരുക്കത്തിൽ ഈ പറയുന്ന രീതിയിലുള്ള ഒരു നേതൃത്വ ശുശ്രൂഷ, ഇടയ ശുശ്രൂഷ നമ്മുടെ സമൂഹത്തിൻ്റെ, അത് സെക്കുലർ സമൂഹമാണെങ്കിലും മതസമൂഹമാണെങ്കിലും അതിൻ്റെ അവിഭാജ്യ ഘടകമാണ്. ഈ നേതൃത്വ ശുശ്രൂഷയിലുള്ളവരെല്ലാം ഇങ്ങനെ പെരുമാറണമെന്നാണ് ഈ പറയുന്നത്. ഉദാഹരണമായിട്ട് നമുക്കറിയാം, ഇപ്പോൾ ക്രൈസ്തവരായിട്ടുള്ള ധാരാളം രാഷ്ട്രീയ നേതൃത്വത്തിലുള്ളവരുണ്ട്, ഭരണത്തിലുള്ളവരുണ്ട്. അവരെങ്ങനെയാണ് പെരുമാറേണ്ടത്? അവർ പെരുമാറേണ്ടത് ഈ നല്ല ഇടയനെ പോലെ പെരുമാറണമെന്നാണ് ഈ പറയുന്നത്. പക്ഷേ ഇത് നിർഭാഗ്യവശാൽ സംഭവിച്ച എന്താണ്? ഇടയ ദൗത്യം എന്ന് പറയുന്നത് ഇന്ന് വൈദികർക്കും മെത്രാന്മാർക്കും മാത്രമായിട്ട് കൊടുത്തിരിക്കുകയാണ്. അത് പുരുഷന്മാർക്ക് മാത്രമല്ല, സ്ത്രീകൾക്കും ഉണ്ട്. കാരണം എന്താണ്? ഒരു മഠത്തിലെ സുപ്പീരിയർ, അതുപോലെയുള്ള, അല്ലെങ്കിൽ ഒരു ഹെഡ് മിസ്ട്രസ്, അവർക്കെല്ലാം ഈ ദൗത്യമുണ്ട്. അവരെല്ലാം ഈ നല്ല ഇടയനെ പോലെ പെരുമാറേണ്ടവരാണ് എന്നുള്ളതാണ് കർത്താവ് പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ നോമ്പ് കാലത്ത് ഓർക്കേണ്ടത് എന്താണ്? ഇടയ ദൗത്യം കേവലം വൈദികർക്കും മെത്രാന്മാർക്കുമായി റിസർവ് ചെയ്തിട്ടുള്ള കാര്യമല്ല, നമുക്കെല്ലാം ഉള്ളതാണ്. ഈ നല്ല ഇടയനായ ഈശോയാകുന്ന ആ ഭൗതിക ശരീരത്തിൻ്റെ അവയവങ്ങളാകുമ്പോൾ ഈ ഇടയ ദൗത്യം പൂർത്തിയാകുന്നത് എങ്ങനെയാണ്? അത് നമ്മളിലൂടെയാണ് പൂർത്തിയാകുന്നത്. നമ്മൾ ഓരോരുത്തരിലൂടെയാണ് പൂർത്തിയാകുന്നത്. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ഇടയ ദൗത്യം, നേതൃത്വ ദൗത്യം ശരിയായ രീതിയിൽ നിർവഹിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അത് ആ ശരീരം തന്നെ അത് ചെയ്യുന്നതായിട്ട് നമുക്ക് പറയാൻ കഴിയുക. ഇടയനല്ലാത്തവനും ആടുകൾ സ്വന്തമല്ലാത്തവനുമായ കൂലിക്കാരൻ ചെന്നായി വരുന്നത് കാണുമ്പോൾ ആടുകളെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നു. ഉദാഹരണത്തിന് ഒരു ഓഫീസിൽ ഇരിക്കുന്ന ഒരാൾ, ആ ആൾ മറ്റ് ജനങ്ങൾ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും കാര്യത്തിന് കയറി ഒരു അപേക്ഷയുമായിട്ട് ചെല്ലുമ്പോൾ അത് കൃത്യമായിട്ട് ചെയ്തു കൊടുക്കുന്നില്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ സ്വന്തമല്ലാത്ത കൂലിക്കാരനെ പോലെയാണ് അവർ. എനിക്കെൻ്റെ കൂലി കിട്ടിയാൽ മതി, ഇവിടെ എന്ത് സംഭവിച്ചാൽ എനിക്കെന്താ ചെയ്തത്? പലപ്പോഴും നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ പറയാറില്ലേ, കടലാസുകളുടെ പിറകിൽ ഒരു മുഖമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം, ഒരു കുടുംബമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം, ഒരാളുടെ ജോലിയുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം ഇതൊക്കെ തന്നെയാണ്, മറ്റൊന്നുമല്ല. അതായത് ഈ വരുന്നവരെല്ലാം നമ്മുടെ ഈ ഇടയ ദൗത്യത്തിന് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരാണ്. അത് പള്ളിയിലെ വൈദികനായാലും രൂപതയിലെ മെത്രാനായാലും ഇത് തന്നെയാണ്. അവരോട് എങ്ങനെ നമ്മൾ പെരുമാറണം? ഈ കൂലിക്കാരനെ പോലെയല്ല, ഇടയനെ പോലെ, യഥാർത്ഥമുള്ള ഇടയനെ പോലെ നമ്മൾ പെരുമാറണമെന്നാണ് ഈ വരുന്നത്. ഇടയനല്ലാത്ത കൂലിക്കാരൻ ചെന്നായി വരുന്നത് കാണുമ്പോൾ ആടുകളെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നു. ചെന്നായി വന്നവയെ പിടിക്കുകയും ചിതറിച്ചു കളയുകയും ചെയ്യുന്നു. അവൻ ഓടിപ്പോകുന്നത് കൂലിക്കാരനായതുകൊണ്ടും ആളുകളോട് താല്പര്യമില്ലാത്തത് കൊണ്ടുമാണ്. ഞാൻ നല്ല ഇടയനാണ്, ഞാൻ പിതാവിനെയും അറിയുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു. ആടുകൾക്ക് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നു. എത്ര പേർക്ക് നേതൃത്വ ശുശ്രൂഷയിൽ എത്ര പേർക്ക് ഇത് പറയാൻ കഴിയും? ഞാൻ എൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. മാതാപിതാക്കൾ ഒരുപക്ഷെ പറയുമായിരിക്കും, പക്ഷേ ഇന്ന് എല്ലാ മാതാപിതാക്കളും അങ്ങനെ പറയുന്നില്ല. നമുക്കറിയാം, മക്കളെ കൊല്ലുന്ന മാതാപിതാക്കന്മാർ വരെയുണ്ട്. അതുകൊണ്ട് പക്ഷേ എങ്കിലും മൊത്തത്തിൽ മാതാപിതാക്കന്മാരെക്കുറിച്ച് പറയാം, കൂലിക്കാരനെ പോലെ അല്ലാതെ പെരുമാറാനായിട്ട് കഴിയും. അപ്പോൾ ആടുകൾക്ക് വേണ്ടി താൻ ജീവൻ അർപ്പിക്കുന്നെന്ന് മാതാപിതാക്കൾ പറയും. അതേ സമയത്ത് എനിക്ക് ഒരു ബിഷപ്പ് എന്ന നിലയിൽ, ഒരു പള്ളിയിലെ വികാരി എന്ന നിലയിൽ, ഒരു ആശ്രമത്തിലെ മഠത്തിലെ സുപ്പീരിയർ എന്ന നിലയിൽ, ഒരു സ്കൂളിലെ പ്രധാന അധ്യാപക എന്ന നിലയിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഓഫീസിലെ ഹെഡ് ക്ലാർക്ക് എന്ന നിലയിൽ ഇതെനിക്ക് പറയാൻ കഴിയുമോ? ഞാൻ എൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നുവെന്ന്. ഒരു ക്രിസ്ത്യാനിയാകുന്ന ഏതൊരു വ്യക്തിയുടെയും ദൗത്യം ഇതാണ്. ഈ ദൗത്യമാണ് നമ്മൾ ഈ ഭൂമിയിൽ എല്ലായിടത്തും എല്ലാവരിലേക്കും എത്തിക്കേണ്ടത്. അങ്ങനെ വരുമ്പോഴാണിത് ഒരിടയനും അതുപോലെ ഒരാട്ടിൻകൂട്ടവുമായി തീരുക. കർത്താവ് പറയും, ഒരിടയനും ഒരാട്ടിൻകൂട്ടവുമാകും. അത് ആക്കേണ്ടത് ആരുടെ ദൗത്യമാണ്? അത് നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യമാണ്. നമ്മളാണത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ആട്ടിൻകൂട്ടിലേക്ക് ആളുകളെ ക്ഷണിക്കേണ്ടതും അവർ വരാനായിട്ടുള്ള സാഹചര്യം ഒരുക്കേണ്ടതും. വളരെ വലിയൊരു ആശയമാണ് കർത്താവ് ഇതിലൂടെ പറയുന്നത്. ഈ നോമ്പ് കാലത്ത് ഇത് നമ്മുടെ ഒരു ചിന്താവിഷയമാവട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.